എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിഴലും പൊരുളും എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു ചെറിയ വിഷയവുമായിട്ട് ഇന്ന് കടന്നു വരികയാണ്. ഉത്തമഗീതം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് തുടങ്ങുന്നത്. ദൂദായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ഉത്തമഗീതത്തിൻ്റെ ക്ലാസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. ഞങ്ങളുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് നോക്കി ഉത്തമഗീതം അടിച്ചാൽ അതിനകത്ത് ഉത്തമഗീതത്തിൻ്റെ ക്ലാസ് കിട്ടും. യഥാർത്ഥ വിശ്വാസി, പ്രത്യേകിച്ച് ആഴമായ ദൈവവചനം ഗ്രഹിക്കാൻ പ്രാപ്തിയായവർ, ആ പദം ശ്രദ്ധിച്ചോണം, ആഴമായ ദൈവവചനം ഗ്രഹിക്കാൻ പ്രാപ്തിയായവർ, വചനമാകുന്ന പാല് മാത്രമല്ല, അതിൻ്റെ കൂടെ എബ്രായലേഖനം 5:12 പറയുന്ന കട്ടിയുള്ള ആഹാരം കൂടി കഴിക്കാൻ പ്രാപ്തിയുള്ളവർ ഈ ഉത്തമഗീതമൊക്കെ പഠിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ആഴമായ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടി കേൾക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ വിഷയം ദൂദായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എൻ്റെ പ്രിയ, ഇത് ശൂലേമി പറയുന്നതാണ്. ശൂലേമി സഭയ്ക്ക് നിഴലാണ്. ശൂലേമി ഒരു ആട്ടിടയ ചെറുക്കനെ സ്നേഹിക്കുന്നെന്നും ശലോമോൻ അവളെ അന്തഃപുരത്തിൽ കൊണ്ട് പാർപ്പിക്കുന്നെന്നും ഉള്ള സബ്ജക്റ്റൊക്കെ ആ ഉത്തമഗീതത്തെ ക്ലാസ്സിൽ ആദ്യം തൊട്ട് കിടപ്പുണ്ട്. ഉത്തമഗീതം എന്ന് പറയുന്ന ക്ലാസ് വളരെ ശ്രേഷ്ഠമായും ആഴമായ ക്ലാസ്സാണ്. അതുകൊണ്ട് ദൈവമക്കൾ അത് കാണാനും പഠിക്കാനും ശ്രമിക്കുക. ഇവിടുത്തെ എൻ്റെ സബ്ജക്റ്റ് 2 പദങ്ങൾ എടുക്കാം, പക്ഷെ അതിലൊന്നെടുത്ത് ഇന്ന് സംസാരിക്കാം. പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ മറ്റേ സബ്ജക്റ്റ് ഞാൻ എടുക്കാം. ദൂദായിപ്പഴം സുഗന്ധം വീശുന്നു. എന്താണ് ഈ ദൂദായിപ്പഴം? എന്തായി സുഗന്ധം വീശുന്നതിൻ്റെ അർത്ഥം? അടുത്തത്, നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. അടുത്തതാണ് എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ശൂലേമി സഭയ്ക്ക് നിഴലാണ്. ഉത്തമഗീത ക്ലാസ്സൊക്കെ പഠിക്കണമെങ്കിൽ വചനത്തിൽ അല്പം ആഴമായ അറിവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷമൊക്കെ പറയുന്നത് പോലെ വരം ലഭിച്ച് ഉപമയുടെയും നിഴലും പൊരുളും മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. നിഴലും പൊരുളും മനസ്സിലാകണമെങ്കിൽ നിഴലും പൊരുളും എന്ന ഹെഡിങ്ങിൽ കിടക്കുന്ന 1 മുതലുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കണം. അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡിൽ നിഴലും പൊരുളും എങ്ങനെ ഗ്രഹിക്കണമെന്നുള്ളത് ഞാൻ അല്പമായിട്ട് വിവരിക്കുന്നുണ്ട്. 1-ാമത്തെ എപ്പിസോഡിലാണ് പാപയാഗ മൃഗത്തെ എങ്ങനെ സമാഗമന കൂടാരത്തിന് പുറത്ത് വടക്കുഭാഗത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി അതിൻ്റെ ഉടലും തോലും ചാണകവും നഖവും ഒക്കെ ദഹിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 5 കോടതികൾ വിസ്തരിച്ചിട്ട് യെരുശലേമിൻ്റെ വടക്കു ഭാഗത്ത് ഗോൽഗോത്തയിൽ ക്രൂശിച്ചു എന്നുള്ള ആ നിഴലും പൊരുളും എബ്രായ ലേഖനത്തിൽ നിന്ന് കോട്ട് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നു. ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ പുതിയ നിയമത്തിൽ നിഴലും പൊരുളുമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം 1-2 എക്സാമ്പിളേ നമുക്കങ്ങനെ ബൈബിളിൽ തരത്തുള്ളൂ. എല്ലാ സബ്ജക്റ്റും അങ്ങനെ. പിന്നെ നമ്മളാണ് പഠിക്കേണ്ടത് നിഴലും പൊരുളും. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റിൽ, എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവവചനത്തിൻ്റെ കൂട്ടിച്ചേർപ്പ് വളരെ അതിശയകരമാണ്. അത് നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ, ഐ ഹാവ് സ്റ്റോർഡ് മെനി ഗുഡ് തിങ്സ് ദാറ്റ് ആർ ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ. ഐ ഹാവ് കെപ്റ്റ് ദം ഓൾ ഫോർ യു മൈ ലവർ. എൻ്റെ ലവറെ, നിനക്ക് വേണ്ടി ഞാൻ ഈ പഴയതും പുതിയതും എല്ലാം ഞാൻ കെപ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. മലയാളം ബൈബിളിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഹിന്ദി തർജ്ജമ കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദോദാ ഫൽ സേ സുഗന്ധ ആ രഹി ഹേ और हमारे द्वारों पर सब बहुत भांति के उत्तम फल है, नए और पुराना भी, तो है हमारा प्रेमी, मैंने तेरे लिए इकट्ठा कर रहे हैं.
ഞാൻ നിനക്കായി മേനെ തേരെ ലിയെ ഇക്കട്ടാ കർ രഹേ ഹേ ക്യാ ചീസ് ഓ നയേ ഔർ പുരാനി ഫല് എന്നാണ് ഇവിടെ ഹിന്ദിയിലും കൊടുത്തിരിക്കുന്നത്. അതും കറക്റ്റ് തർജ്ജിമയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളോട് ഇതൊന്ന് മനസ്സിലാക്കാൻ, എന്താണ് ഈ പഴയതും പുതിയതും ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഉത്തമഗീതത്തിൽ പറയാൻ കാര്യം. ഉത്തമഗീതത്തിലെ ശൂലേമി സഭയ്ക്ക് നിഴലെന്നുള്ളത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം. ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു, ഓൾഡ് ആൻഡ് ന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഈ തുടക്കത്തിൽ വചനം കേട്ടിട്ടുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തില്ല. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെ ദൈവവചനം പഠിക്കണം, നിഴലെന്താ, പൊരുളെന്താ, നിഴലുണ്ടോ പൊരുളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് അല്പം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ 52-ാം വാക്യത്തിൽ അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശാസ്ത്രിയായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സാദൃശനാകുന്നു. സ്വർഗരാജ്യത്തിൻ്റെ ഏത് ശാസ്ത്രിയും, ഇവിടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 ഉപമകൾ പറയുന്നുണ്ട്. അതിലെ 7-ാമത്തെ ഉപമ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്വർഗരാജ്യം എന്താണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകൾ. സ്വർഗരാജ്യം കടുകുമണിയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്, സ്വർഗരാജ്യം വിത്ത് വിതയ്ക്കാൻ പോയവനാണ്. ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ധരിച്ചേക്കുന്ന 3-ാം സ്വർഗമാണെന്നാണ്. അങ്ങനെ അല്ലിത്. 47-ാം വാക്യത്തിൽ വരുമ്പോൾ പിന്നെയും അടുത്ത 7-ാമത്തെ ഉപമയാണ് ഇവിടെ പറയുന്നത്. സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സാദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഇവിടെ പറയുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം, അത് സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നാണെന്നുള്ളതും പലർക്കും അറിയത്തില്ല. ഓക്കെ, മത്തായി മാത്രമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെല്ലാം ദൈവരാജ്യം എന്നാണ് പറയുന്നത്. ഇത് കടലിലിട്ടിരിക്കുന്നൊരു വലയായി സഭയാണിത്. ഇതിനകത്ത് എല്ലാ മീനുമുണ്ട്. എല്ലാ മീനെന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യൻ വിഭാഗവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വലിച്ചു കയറ്റുന്നു. അതിനകത്ത് കാര്യമുണ്ട്, മുഷിയുമുണ്ട്, വെട്ടയ്ക്കുന്നതുമുണ്ട്, കുത്തുന്നതുമുണ്ട്, വെട്ടുന്നതുമുണ്ട്. കരയ്ക്ക് വലിച്ചു കയറ്റി കഴിയുമ്പോൾ ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടി വെച്ച് ചീത്തായി എറിഞ്ഞു കളഞ്ഞു. ഈ ചീത്ത എറിയുന്ന വീണ്ടും ഈ കടലിലേക്കാണ്. ആ കടലിൽ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് കയറി വരുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അത് ആ കടൽ തന്നെയാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ കടലിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരുന്നത് കണ്ടു. ലോകമാകുന്ന ദുഷ്ടജനത്തിൻ്റെ കടലിലേക്ക് ഈ വലയിൽ നിറഞ്ഞവരെ, ക്രിസ്ത്യൻ സഭയിൽപ്പെട്ടവരെ എറിഞ്ഞു കളയും. ആ ഉപമ പറഞ്ഞിട്ടാണ് താഴോട്ട് വരുമ്പോഴാണ് പറയുന്നത് 52-ാം വാക്യത്തിൽ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, കർത്താവിൻ്റെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാം രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതും വേണേ ഇതിൻ്റെ കൂടെ ഒരു എപ്പിസോഡായിട്ട് എടുക്കാം. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ജാതിയും വിശുദ്ധ വംശവും സ്വന്തം ജനവും രാജകീയ പുരോഹിത വർഗമല്ലോ എന്ന് അവിടാണ് പറയുന്നത്. അങ്ങനെ രാജകീയ പുരോഹിതമായവരുടെ ഡ്യൂട്ടിയാണ് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. 52-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും, അപ്പം തനിക്കൊരു നിക്ഷേപം വേണം. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കൊരു നിക്ഷേപം വേണം. അത് ഹൃദയത്തിലാണ് വേണ്ടിയത്. ഏത് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരറിവുണ്ടായിരിക്കണം. ആ അറിവ് വെച്ചാണ് ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നതും പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമ്മളൊക്കെ മഹാപുരോഹിതന്റെ മക്കളാകുന്ന പുരോഹിതന്മാരാ. എങ്ങനെ അഹരോന്റെ മക്കൾ ശവേല പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ചെയ്തോ, അതുപോലെ നമ്മളൊക്കെ നമ്മുടെ മഹാപുരോഹിതനാകുന്ന കർത്താവിൻ്റെ രാജകീയ മക്കളായിട്ട് രാജകീയ പുരോഹിത വർഗമാകുക. അങ്ങനെയുള്ള പുരോഹിത വർഗം നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ശാസ്ത്രിയാണ്.
അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശാസ്ത്രിയായി തീർന്ന, എങ്ങനെയാ തീർന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാടും വിശുദ്ധിയും ഒക്കെ പാലിച്ച് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി നിഴലും പൊരുളും മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവരാണ് ശിഷ്യരായി തീർന്നത്. ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും, തനിക്കൊരു നിക്ഷേപമുണ്ടാകണം ഓരോരുത്തർക്കും, ആ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടവനോട് സാദൃശ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉത്തമഗീതത്തിൽ എന്താ പറയുന്നത്? ശ്രദ്ധിക്കണം, ഇത് പഴയതും പുതിയതുമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ വന്നപ്പോഴോ പുതിയതും പഴയതും എടുത്തു കൊടുക്കണം. ആദ്യം പുതിയതാണ്, പിന്നെ പഴയത്. പക്ഷേ ശൂലേമി, ഉത്തമഗീതത്തിൽ ശൂലേമി പറയുന്നത് ആദ്യം പഴയതാണ്, പിന്നെ പുതിയത്. സമാഗമന കൂടാരത്തിൽ ഒരു നിലവിളക്കുണ്ട്. ആ നിലവിളക്കിന് 3 ശാഖകളാണ്. ഒരു സൈഡിലേക്ക്, മറു സൈഡിലേക്ക് 3 ശാഖകൾ. അപ്പോൾ എൻ്റെ ഈ സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് കിടപ്പുണ്ട്. അതിനകത്ത് നിലവിളക്കിൻ്റെ ഭാഗം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ ആദ്യത്തെ ശാഖ വരുന്നത് ചരിത്രമാണ്, താഴേന്ന് വരുന്നത്. ഇപ്പം നമ്മൾ ഇടത്തോട്ട് ചരിത്രം വരുന്നെങ്കിൽ വലത്തോട്ട് പോകുന്നത് പുതിയ നിയമസഭയുടെ ചരിത്രമാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം തൊട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വരെ കിടക്കുന്ന ചരിത്രമാണ്. രണ്ടാമത്തെ ശാഖ ഇടത്തോട്ട് കിടക്കുന്നത് പഴയ നിയമ ഉപദേശങ്ങളാണ്. ഒരേ മൂട്ടിൽ നിന്നായി ശാഖ വരേണ്ടത്. ആ ശാഖകൾക്കുള്ള ഇടയിൽ ബദാം പൂ ഉണ്ടായിരിക്കണം, പുഷ്പടം ഉണ്ടായിരിക്കണം, പൂവുണ്ടായിരിക്കണം. രണ്ടാമത്തെ ശാഖ വരുന്നു, അതാണ് ഉപദേശങ്ങൾ. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ. ഇനിയും ഇടത്തെ അടുത്ത മേളത്തെ ശാഖ വരുന്ന പ്രവചനങ്ങളാണ്. ഇടത്തെ മേളത്തെ ശാഖ വരുന്ന പ്രവചനമാണ്. വലത്തെ മേഘത്തെ ശാഖ വരുന്നത് പുതിയ നിയമത്തിൻ്റെ പ്രവചനമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ ഈ ഒരേ മൂട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് പലരും മറന്നിട്ടാണ് ഇന്ന് ദൈവവചനത്തിനെ കുറിച്ചൊക്കെ അറിവില്ലാതെ സംസാരിക്കുന്നത്. ഉത്തമഗീതം പഴയ നിയമത്തിലെ പുസ്തകമാണ്. അവിടെ ശൂലേമിയെ ഒരു സിംബോളിക്കായിട്ട് എടുത്തുകൊണ്ട് ശൂലേമിയുടെ ചരിത്രം ഒരു കഥ പറഞ്ഞിട്ട് അത് ക്രിസ്തുവും മണവാട്ടി സഭയുമായിട്ടുള്ള കഥയായിട്ടാണ് അത് വരുന്നത്. ശൂലേമി അവിടെ പറയുന്നു, ഞാൻ പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. അതേസമയം യേശുക്രിസ്തു വീണ്ടും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 7 ഉപമകളുടെ അവസാനത്തെ ഉപമയിൽ വരുമ്പോൾ ആ ഉപമയും പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ടാകണം. നിങ്ങളുടെ എല്ലാം ആ നിക്ഷേപം വെള്ളിയും പൊന്നും പുഴുവും തുരുമ്പും കടക്കുന്നതാകരുത്. ആ നിക്ഷേപം പുഴുവും തുരുമ്പും കടക്കാത്ത ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായിരിക്കണം. അത് നിങ്ങളൊരു വ്യാപാരിയാണ്. പുതിയ നിയമത്തിലെ ഒരു വ്യാപാരിയാണ്. ഏത് ശാസ്ത്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അറിവുള്ളവർ. ഇവിടെ പുതിയ നിയമ ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കല്ലേ, ഒരു ഗണം പുരോഹിതന്മാരോ പാസ്റ്റർമാരോ മാത്രമാണ് ശാസ്ത്രികൾ, ഞങ്ങൾക്കിതിനൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കല്ലേ. കാരണം യു ആർ ഓൾ രാജകീയ പുരോഹിത വർഗമാണ് നമ്മളെല്ലാം രാജകീയ പുരോഹിത. നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് ഇവിടെ. അത് സഹോദരിമാർക്കുമുണ്ട് സഹോദരന്മാർക്കുമുണ്ട്. പക്ഷേ ഡ്യൂട്ടിക്ക് പരിമിതികളുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. പുരുഷന്മാർക്ക് പ്രത്യേക പദവികളുണ്ട്, അപ്പോസ്തലന്മാർക്ക് പ്രത്യേക ഡ്യൂട്ടി, പ്രവാചകന്മാർക്ക് പ്രത്യേക ഡ്യൂട്ടി, ടീച്ചേഴ്സിന് പ്രത്യേക ഡ്യൂട്ടി. അതൊക്കെ അവരവർക്കറിയാം കോളിങ്. ഇപ്പോൾ ഒരു സഭയല്ല ഇതൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ പദവികളൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സഭ ഓരോ സെറ്റപ്പ് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയുള്ള വേർപെട്ട സഭകൾ അവർ പലരും അവരുടെ പാസ്റ്റേഴ്സിനെ ഓർഡൈൻ ചെയ്ത് വിടുന്നു. ചിലർക്ക് സെൻട്രൽ പാസ്റ്റർ അധികാരം കൊടുക്കുന്നു, ചിലർക്ക് പ്രസിഡൻ്റായിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ രണ്ടാമത്തെ വിഷയം. ചിലർക്ക് ലോക്കൽ പാസ്റ്റേഴ്സായിട്ട് കൊടുക്കുന്നു. അതൊക്കെ ആ ഒരു സംഘടനയുടെ സെറ്റപ്പ് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഒരാൾക്ക് ഏത് വിളിയാണ്, ഏത് കോളിംഗ് ആണെന്നുള്ളതെന്ന് അവരവർക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വിളിച്ച അപ്പോസ്തലനാണ്. ഇവിടെ പറഞ്ഞത് നമുക്കൊരു നിക്ഷേപമുണ്ടാകണം.
ആ നിക്ഷേപം നിങ്ങൾ ശരിക്ക് ഗ്രഹിക്കണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് ഞാൻ വരട്ടെ. മത്തായിയുടെ സുവിശേഷം 52 പറയുന്നു, നിങ്ങൾ പുതിയത് ഗ്രഹിക്കുമ്പോൾ, എക്സാമ്പിൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പുതിയ നിയമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ എത്ര പേർക്ക് ഈ പ്രാർത്ഥന ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കണം അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലെന്നുള്ളത്. ആരോട് പ്രാർത്ഥിക്കണം, ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിലെ ധൂപപീഠം പഠിക്കണം. ധൂപപീഠമാണ് പ്രാർത്ഥനയുടെ നിഴലായി നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം, ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാക്കണം, കതിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അപ്പം ഈ ധൂപപീഠത്തിൽ ഞാൻ ഇവിടെ ഒരു വാക്ക് മാത്രം വായിക്കാം, കാരണം ഇതും വേണേ ഒരു സബ്ജക്റ്റായിട്ട് ഞാൻ എടുക്കാം. എൻ്റെ 3-ാം വാക്യം, അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ഈ ധൂപപീഠത്തിൻ്റെ പലകയും സൈഡും മേൽപ്പലകയും എല്ലാം തങ്ക പലക കൊണ്ട് പാളി കൊണ്ട് പൊതിയണം. പക്ഷേ അതിൻ്റെ സൈഡിലൊരു വക്കുണ്ട്. കാരണം ഈ ധൂപവർഗം ഇട്ട് കത്തിക്കുമ്പോൾ തെറിച്ചു പോകാതിരിക്കാൻ സംരക്ഷണമാണ് കൊടുക്കുന്നത്. അത് പൊന്നുകൊണ്ടായിരിക്കണം. ദൈവമക്കളെ, ദൈവം എന്തിനാണ് മോശയെ കൊണ്ട് ഈ കഷ്ടപ്പാട് ചെയ്തത്? കാരണം 2 ലോഹങ്ങൾ അവിടെ ചേർത്തുള്ള പണിയാണ്. ഒന്നാമതിനെ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ നിഴല്. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്, കാരണം അത് വേറെ സബ്ജക്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഈ പ്രാർത്ഥനയുടെ ഈ നിഴൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ അർത്ഥം ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ സമാഗമന കൂടാരത്തിലെ ധൂപപീഠം പഠിച്ചിരിക്കണം. അല്ലാത്തവർ ചുമ്മാ പറയാവുന്ന കുറേ വാക്യങ്ങളൊക്കെ എടുത്ത് പറയാമല്ലോ. യഥാർത്ഥ അർത്ഥത്തിൽ പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 13:52 പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ ഏത് ശാസ്ത്രിക്കും പുതിയതും പഴയതും അത് സംഗ്രഹിക്കണം, അത് കോർത്തിണക്കി വേണം വചനം പഠിക്കുവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്, പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ഗ്രഹവിചാരകന്മാരാ, ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാ. തീത്തോസിൻ്റെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു അധ്യക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാണ്. മത്തായി നമ്മൾ വായിച്ചത്, സ്വർഗരാജ്യത്തിൻ്റെ ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും. നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ അധ്യക്ഷന്മാരെക്കുറിച്ചും സുവിശേഷ വേലക്കാരെക്കുറിച്ചും പറയുമ്പോൾ 7-ാം വാക്യം, ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാ. അവർ നിഴലും പൊരുളും സത്യവും ഉപമയും എല്ലാം പഠിച്ചൊരു നിക്ഷേപം അവരുടെ ഹൃദയത്തിലുണ്ടാകണം. അവരവർക്ക് ഇരുന്ന് ധ്യാനിച്ച് വചനം ഹൃദയത്തിൽ വരണം. ഇവിടെ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാകിയാൽ പിന്നെ അങ്ങോട്ട് ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഞാൻ ആ ക്വാളിഫിക്കേഷൻ നേരത്തെ 1 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങൾ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ദൈവാത്മാവിൽ അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങളെല്ലാവരും ആരാണ്? ദൈവമർമ്മങ്ങളുടെ. ആ മർമ്മം എന്നുള്ള പദം മറന്നുപോലെ, ഞാൻ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത്. കാരണം ഈ മർമ്മം എന്ന് പറയുന്നത് വലിയൊരു ആഴമുള്ള പദമാണ്. നമ്മൾ ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അതിനകത്തോട്ട് ടെലസ്കോപ്പ് കയറ്റിയിട്ട് അകത്തോട്ട് നോക്കുമ്പം വേറൊരു യൂണിവേഴ്സ് അതിനകത്ത് കാണുന്നെന്ന് പറയുന്ന പോലെ ഈ മർമ്മം എന്ന് പറയുന്ന വലിയൊരു ആശയമുള്ള പദമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കണം ദൈവരാജ്യത്തിന്റെ ശാസ്ത്രി. അവർക്ക് നിക്ഷേപം ഹൃദയത്തിൽ വേണം. അത് പുതിയത് മാത്രം പോരാ. എൻ്റെ പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഉപദേശം എവിടുന്ന് എടുക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും അറിയത്തില്ല. പലരും പലതായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ പറയുന്നേ, പല ശുശ്രൂഷകന്മാരും പറഞ്ഞിട്ടുണ്ട്, അത് പുതിയ നിയമം എടുത്താൽ മതി, പഴയ നിയമം കഴിഞ്ഞുപോയി. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ ദശാംശം? അത് എൻ്റെ ഉപദേശം ഇവിടെ കിടക്കുന്നേ. യേശുക്രിസ്തു നിങ്ങളോട് പഠിപ്പിച്ചോ ദശാംശം വഴി? യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചതായതുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു.
യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിയുമ്പോഴാണ് പുതിയ നിയമസഭ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 5 തൂണുകളാകുന്ന 5 ലേഖനകർത്താക്കളാണ് ഉപദേശം തരുന്നത്. ദശാംശം എടുത്ത് നമ്മളെല്ലാം പ്രസംഗിക്കുമ്പം, നമ്മളെല്ലാം എന്ന് വെച്ചാൽ ഞാനത് പ്രസംഗിക്കാൻ കുറവാണ്, പ്രസംഗിക്കുമ്പം അതിൻ്റെ വാക്യം കിടക്കുക, അത് പഴയ നിയമത്തിലെ ഉപദേശമാണ്. അടുത്തത് വിവാഹത്തിൻ്റെ ഉപദേശം എവിടുന്നാണ് നമ്മൾ എടുക്കുന്നത്? കല്യാണം നടത്തുന്ന നിങ്ങൾ ഏത് കല്യാണത്തിന് പോയോ, പ്രത്യേകിച്ച് വേർപെട്ടവരുടെയും ഒക്കെ പൊക്കോ, അവിടെ എല്ലാം പറയുന്ന മെയിൻ വാക്യം ഏതാ? മാലാഖി പ്രവചനത്തിൽ നിന്നാണ്. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ ഉഭയസമ്മതം ചെയ്തപ്പോൾ എന്നുള്ള പദമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഉപദേശം പഴയ നിയമത്തിൽ നിന്ന് എടുക്കുമല്ലോ. പിന്നെ അങ്ങനെ പഴയ നിയമം വേണ്ടെന്ന് പറയുന്നേ? ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോണം, ഈ റോമാലേഖനമൊക്കെ എടുത്ത് നോക്കാം, റോമർ 9, 10 ഒക്കെ എടുത്തിട്ട് നോക്കണമെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കുകയും പഴയ നിയമത്തിലെ എന്തുമാത്രം കോട്ടിങ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പഴയ നിയമത്തിലെ ഓരോ വാക്യം, ഹോശയ്യയുടെ, യിരെമ്യാവ്, ലേവ്യ, ആവർത്തനം, ഇതൊക്കെ എടുത്തിട്ട് അവിടുത്തെ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 5 ലേഖനകർത്താക്കൾ വചനത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അന്ന് പുതിയ നിയമം ഇല്ല. സഭയുടെ ഏതാണ്ട് ആദ്യത്തെ AD 30 മുതൽ ഈ നിയർ അബൌട്ട് 400 വരെ ബൈബിൾ കൂട്ടിച്ചേർക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇവർ അപ്പോസ്തലന്മാരൊക്കെ കൈയെഴുത്തായിട്ട് എഴുതിയ ലേഖനങ്ങൾ വെളിപ്പാട് 90 വന്നത്. അതിനു മുൻപ് ഈ ബൈബിളിലില്ല. ഇവർ തൗറാത്ത പഴയ നിയമമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൊരുളാണ് യേശുക്രിസ്തു വന്നെന്നാണ് പഠിപ്പിച്ചത്. ഇപ്പം പൊരുളും നിഴലും ഒന്നും ആർക്കും വേണ്ട. പക്ഷെ ആദിമ സഭയിൽ അതായിരുന്നു. നമ്മളിവിടെ വായിച്ചത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ ഏത് ശാസ്ത്രിയും പുതിയതും പഴയതും എന്ന് പറഞ്ഞാൽ, പുതിയതിൽ ഒരു ഉപദേശം നിങ്ങൾ കാണുമ്പോൾ അതിന് പഴയ നിയമത്തിൽ നിഴലുണ്ട് എങ്കിലേ അതിൻ്റെ അർത്ഥം നിൽക്കത്തുള്ളൂ, അർത്ഥം ശരിക്കാകത്തുള്ളൂ. അത് തിരുവത്താഴമാണെങ്കിലും സ്നാനമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വചന പഠനമാണെങ്കിലും വചനമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പുതിയ നിയമത്തിലുള്ള ഉപദേശത്തിന് പഴയ നിയമത്തിൽ നിഴലുണ്ടായിരിക്കും. ശുശ്രൂഷയാണെങ്കിലും പുതിയ നിയമത്തിൽ ഒരു ശുശ്രൂഷ ഒരാൾക്ക് പാടില്ല, സ്ത്രീകൾക്ക് പുരുഷ സദസ്സിൽ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നിഴൽ പഴയ നിയമത്തിലുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ അകത്തോട്ട് ഇവർക്ക് പ്രവേശനമില്ലായിരുന്നു. ഞാൻ ചില എക്സാമ്പിൾ, അതിൻ്റെ ഒന്നും ക്ലാസ് അല്ല എടുക്കുന്നത്. എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് പഴയതും പുതിയതും. ശൂലേമി പറയുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു പുതിയതും പഴയതും എന്ന് പറഞ്ഞാൽ പഴയ നിയമമാകുന്ന തൗറാത്ത് അല്ലെങ്കിൽ പഴയ നിയമവും അതിൻ്റെ അതേ ശാഖയിൽ നിന്നാണ് പുതിയ നിയമ ഉപദേശം വരുന്നത്. പഴയ നിയമ അതേ ചരിത്രത്തിൽ അതേ മൂട്ടിൽ നിന്ന്. സമാഗമനോടത്തിൻ്റെ ക്ലാസ് ഞങ്ങളിപ്പോൾ ഗൂഗിൾ മീറ്റിൽ വൈകിട്ട് 8 മണിക്ക് എടുക്കുന്നുണ്ട്. എവരി മൺഡേ ട്യൂസ്ഡേയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടിയവർക്ക് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചാൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ ഇത് പഠിക്കണം, ഗ്രഹിക്കണം. ഞങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞാണെങ്കിലും പുതിയ സബ്ജക്റ്റ് നിങ്ങൾക്ക് കേൾക്കേണ്ടിയവർക്ക് ആ ക്ലാസ്സിലാറ്റി, ഒന്ന് ശനിയും ഞായറും. ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധം. 2ാമത്തെ ക്ലാസ്സാണ് സമാഗമന കൂടാരം. അത് ഞങ്ങളൊരു 10-20 പേര് കൂടിയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 7 ഉപമയും ഇപ്പം ഈ പറഞ്ഞ സബ്ജക്റ്റ്, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിലെ 7 സഭാദൂതുകളും ചേർത്തുള്ള പഠനമായി ഈ ക്ലാസ് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണ്ടിയവരെന്നെ വിളിച്ചാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഇപ്പോൾ ഒരു 10, 15, 20 പേരൊക്കെ ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലത്തുനിന്ന് കൂടുന്നുണ്ട്. ശൂലേമി പറയുന്നു, ശൂലേമി പഴയ നിയമത്തിൽ നിന്ന് പറയുന്നു, പ്രിയ, ഞാൻ അങ്ങയ്ക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 13-ൽ പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും. നമുക്കൊരു നിക്ഷേപം വേണം ദൈവമക്കളെ. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, വിചാരകന്മാരിൽ അന്വേഷിക്കുന്നവരോ അവർ വിശ്വസ്തരായിരിക്കണം. എന്തിലൊക്കെയാണ് വിശ്വസ്തരായിരിക്കേണ്ടത്? പണത്തിൽ മാത്രമാണോ? എല്ലാത്തിലും വിശ്വസ്തത വേണം.
പക്ഷേ അതിൽ ഏറ്റവും വിശ്വസ്ത കാണിക്കേണ്ട എല്ലാത്തിലും ഒരുപോലെ, എങ്കിലും വചനത്തിൻ്റെ നിഴലും പൊരുളും ശരിക്ക് പഠിപ്പിക്കാവൂ. ഉപദേശം തെറ്റിച്ച് പഠിപ്പിക്കില്ല, അത് അടി കിട്ടും. അവിടെ മോശയോട് പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ, അത് ഈ നിഴലും പൊരുളും ക്ലാസ്സിൽ കിടപ്പുണ്ട്. മോശ പാറയെ അടിച്ചു, കനാൻ നാട്ടിൽ കയറ്റിയില്ല. ദൈവദാസന്മാരെ, നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുക ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരായിട്ട്. അവർ വിശ്വസ്തരായിരിക്കണം. എന്തിനാണ് വിശ്വസ്തത? എല്ലാത്തിലും വേണം, പക്ഷേ വചനത്തിൽ ഉറപ്പായിട്ടുള്ള നിക്ഷേപം വേണം. അത് തെറ്റിച്ച് പഠിപ്പിച്ചാൽ അത് ബുദ്ധിമുട്ട് വരും, നമുക്ക് അതിന് ശിക്ഷ വരും. കാരണം ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കാൻ നമുക്ക് അവകാശമില്ല. ശ്രദ്ധിക്കണമേ, നിഴലും പൊരുളും ചേർത്ത് വേണം വചനം പഠിക്കുവാൻ. പക്ഷേ ഈ കാലത്ത് ഇതൊക്കെ വളരെ റെയർ ആൾക്കാർക്കേ മനസ്സിലാകുന്നുള്ളൂ. അതൊരു ശരിയാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവമക്കളെ, ഈ സത്യങ്ങളെ ഗ്രഹിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പഴയ നിയമത്തിലെ എല്ലാ ഉപദേശവും എടുക്കണോ? ഏതൊക്കെ എടുക്കാം, ഏതൊക്കെ എടുക്കണ്ട, എല്ലാം എടുക്കാമോ എന്നൊക്കെ ചോദിക്കും. അതെൻ്റെ ഈ സമാഗമന കൂടാര ക്ലാസ്സിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് അത് വ്യക്തമായിട്ട് ഈ നിലവിളക്കിൻ്റെ ഭാഗത്ത് ഞങ്ങളത് വിവരിച്ചിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ഇപ്പം ഞാൻ ഓരോ ദിവസവും ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുകയല്ലോ. ഇന്ന് നമ്മൾ എടുക്കുന്ന ഉപദേശത്തിൻ്റെ ബേസ് കിടക്കുന്നത് പഴയ നിയമ ഉപദേശത്തിലാണ്. അതേസമയം ഒറ്റ വാക്കിൽ പറയുന്നു, ആരാധനാപരമായി പഴയ നിയമത്തിൽ വന്ന കർമാചാരങ്ങൾ നമ്മൾ എടുക്കേണ്ട. അതാണ് ഗലാത്യലേഖനത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിന് കീഴിലാണ്. കാരണം യാഗം, ധൂപക്കുറ്റി, ധൂപപീഠം ഇതൊന്നും ഇന്നില്ല പുതിയ നിയമത്തിൽ. അതേസമയം അവിടെ സാമൂഹികമായി കൊടുത്തിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതിലൊന്നാണ് ഏക ഭാര്യയെ പാടുള്ളൂ എന്നുള്ളൊരു ഉപദേശമുണ്ടല്ലോ. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യം മുതൽ മോശ തന്നതാ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാമെന്നുള്ളത്. പഴയ നിയമത്തിലെ ദൈവിക ഉപദേശം എന്താ? ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് പോകുന്നു. ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാർ ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിനേറെ അളവിനെ ഒത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. നമുക്കൊരളവുണ്ട്. ഞാനത് പറഞ്ഞു, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കൊരളവുണ്ട്. 2 കൊരിന്ത്യർ 6-ന്റെ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് നിങ്ങളുടെയും എൻ്റെയും ഉപദേശത്തിലും ശുശ്രൂഷയിലും ആക്ഷേപം ഉണ്ടാകല്ലേ. ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന് ശുശ്രൂഷകന്മാരായി കണക്കാക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവമക്കളെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാമണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, നിങ്ങൾക്കൊരു പദവിയുണ്ട്. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഒരിക്കലും ഭാവിക്കരുത്. മോശയുടെ പീഠത്തിൽ ഇരിക്കരുത്. മറ്റുള്ളവന്മാരിലും നമ്മുടെ സഹോദരന്മാരാണ്. ഞാൻ ഒരിക്കലും വലുതല്ല. മറ്റുള്ളവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ സാധു കൊച്ചുഞ്ഞുപദേശി പറഞ്ഞതുപോലെ ദൈവമക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാമണ്ണം, സുബോധം വേണം ഒരു ദൈവദാസന്, ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം താലന്തുകൾ പങ്കിട്ട് കൊടുത്ത ഒരു ഉപമ നമ്മൾ കാണുന്നുണ്ട്. 5 താലന്ത് ലഭിച്ചവന് അത് ചെന്ന് വ്യാപാരം ചെയ്തു. 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് കുഴിച്ചിട്ടു. 5 താലന്ത് ലഭിച്ചവന് അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, നമ്മുടെ യജമാനന് സന്തോഷം വരുന്ന ശുശ്രൂഷയായിരിക്കണം ഞാനും ചെയ്യേണ്ടത്. നമ്മൾ ജനത്തിൻ്റെ കയ്യടി മേടിക്കുകയോ
അല്ലെ മറ്റുള്ള ഇവിടുത്തെ എൻ്റെ കൂട്ടു സഹോദരന്മാരോ എൻ്റെ കൂട്ടു പാസ്റ്റർമാരോ പറയല്ല അച്ഛൻ്റെ പ്രവർത്തനം കൊള്ളാം, അച്ഛൻ്റെ വചനം കൊള്ളാം എന്ന് പറയുന്നതല്ല വിഷയം. അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഞാൻ ആ വചനത്തെ വചനമായിട്ട് പഠിപ്പിക്കണം. അതിൻ്റെ നിഴലും പൊരുളും അർത്ഥവും ആഴവും മനസ്സിലാക്കി പഠിപ്പിക്കണം. അപ്പോഴാണ് പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്നെ വ്യാപാരം ചെയ്യാൻ ഏൽപ്പിച്ചേക്കുക. എനിക്ക് പണമുണ്ടാക്കാനും എനിക്ക് പേരെടുക്കാനും എനിക്ക് കയ്യടി മേടിക്കാനുമുള്ള പഠിപ്പീരാകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ നിക്ഷേപം വേണം. അത് പുതിയതും പഴയതും ചേർത്ത് പഠിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, ഉത്തമഗീതത്തിൽ പറയുന്നു, പ്രിയ, ഞാൻ അങ്ങയ്ക്കായിട്ട് എനിക്കൊരു നിക്ഷേപമുണ്ട്. ഞാനും കാന്തനാകുന്ന യേശുവിനോട് പറയണം, പ്രിയ, അങ്ങയെ കാണാൻ എൻ്റെ കണ്ണു കൊതിക്കുന്നു, കാഹളം ധ്വനിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്നാൽ അങ്ങയ്ക്കായി ഞാൻ പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ശൂലേമി പറയുമ്പോൾ, പുതിയ നിയമവിശ്വാസികളെ, നിങ്ങൾ ദൈവത്തോട് പറയണം, ഞാൻ പുതിയതും പഴയതും ചേർത്ത് പഠിച്ച് നിഴലും പൊരുളും പഠിച്ച് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അനേകരെ നേടിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ആ നിക്ഷേപം കരുതിയിട്ട് ഞാൻ അനേകരോട് ഈ സത്യങ്ങൾ പറഞ്ഞു. കാരണം സഭ തെറ്റായ രീതിയിലും ഉപദേശം തെറ്റായ രീതിയിലും പോകുമ്പോൾ എൻ്റെ ദൈവം എന്നെ വിളിച്ച വിളിക്കനുസരിച്ച് ഞാൻ പുതിയതും പഴയതും ചേർത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകട്ടെ. അതിനായി നമ്മെ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ.